ഹിരണ്യകശിപു 60,000 വർഷം തപസ് ചെയ്തു. അങ്ങനെ തപസ് ചെയ്തു, ശരീരത്തിന്റെ ശേഷിയെല്ലാം നഷ്ടപ്പെട്ടു, ഒന്നുമില്ല, ശരീരമില്ല. സൂക്ഷ്മ ശരീരം, ആ ഒരു പ്രാണവായു ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. ആ ലോകം മുഴുവൻ തപിക്കാൻ തുടങ്ങി ഇദ്ദേഹത്തെ തപോബലം കൊണ്ട്. അന്നേരത്തേക്ക് ഉടനെ ബ്രഹ്മദേവൻ വന്നു. ബ്രഹ്മദേവൻ കണ്ടപ്പോഴത്തേക്ക് ആളിനെ കാണാനില്ല, അസ്ഥി മാത്രമേ ഉള്ളൂ. ഉടൻ തന്നെ കാരുണ്യം തോന്നിയിട്ട് ആ കമണ്ഡലുവിൽ നിന്ന് ഒരു വെള്ളം തളിച്ചു. വെള്ളം തളിച്ചുടനെ ആ ശരീരമെല്ലാം തിരിച്ചു കിട്ടി. വജ്രത്തിന്റെ ശരീരം, ഒന്ന് ആലോചിച്ചു. വജ്രത്തെ കൊണ്ട് മാത്രമേ വജ്രത്തെ തകർക്കാൻ പറ്റൂ, അത്രയ്ക്ക് പവർഫുൾ ശരീരമാണ്. അതുകൊണ്ടാണ് നരസിംഹ ഭഗവാന്റെ നഖം വജ്രം തന്നെയാണെന്നാണ് പറയുന്നത്. കാരണം എന്തുകൊണ്ട്? വജ്ര ശരീരം തകർക്കണമെങ്കിൽ വജ്രത്തെ കൊണ്ടേ പറ്റൂ. അന്നേരം ഭഗവാന്റെ നഖത്തിന്റെ പവർ ഒന്ന് ആലോചിച്ച് നോക്കണം. ഇത്രയും ശക്തമായിട്ടുള്ള ആ ഒരു ശരീരത്തെയാണ് ഒന്ന് കീറിയത്, ഒന്ന് ആലോചിച്ച് നോക്കണം. അന്നേരം ഭഗവാന്റെ നഖം എന്താണെന്ന് നോക്കണം. അന്നേരം ഇത്രയും ബലവനായിട്ടുള്ള ആ ഒരു അസുരനെ കൊല്ലാൻ ഭഗവാന്റെ നഖം മാത്രം മതി. അന്നേരം ഭഗവാന്റെ പവർ എന്തുവരും? ലോകത്തെ മുഴുവൻ കിടുകിട വിറപ്പിച്ച അവനെ കൊല്ലാൻ ഭഗവാന് വെറും ഒരു നഖം മതി. നഖം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ എത്ര തുച്ഛമായിട്ടുള്ള ഭാഗമാണ്. അന്നേരം ഭഗവാന്റെ നഖം കൊണ്ടാണ് ഇത്രയും വലിയ അസുരനെ കൊന്നത്. അന്നേരം ഭഗവാന്റെ പവർ